എൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിന് കോട്ടം വരുന്ന ഏത് ചോദ്യങ്ങൾ ആര് ചോദിച്ചാലും അതൊന്നും എൻ്റെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എക്സൽ മീഡിയ ടി വിയിലൂടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെക്കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറേനായ യേശുവിനെ തന്നെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യം ആയിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ നാം ധ്യാനിക്കുമ്പോൾ പ്രാരംഭ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നു. സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വാഗ്ദത്തം പരിശുദ്ധാത്മാവിനായി കാത്തു നിൽക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഇൻഫില്ലിങ് കാത്തു നിന്നവരുടെ മേൽ പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ടതിന് ശേഷം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ പുരുഷാരത്തോട് അതെന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന പത്രോസ് അപ്പോസ്തലൻ്റെ പ്രാരംഭ പ്രസംഗത്തിൽ നിന്നാണ് എന്ന് നാം വായിച്ചു കേട്ടത്. ഇതിൻ്റെ പശ്ചാത്തലമൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു മാത്രമല്ല ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു. ഈ രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു, അല്ലെങ്കിൽ നമ്മോട് പറയുന്നു. സാധാരണയായി ഞാനൊരു മുസൽമാനായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്ന ചില ചിന്തകളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു വെറുമൊരു മശിഹായാണ്, അല്ലെങ്കിൽ വെറുമൊരു പ്രവാചകനാണ്, അവിടുന്ന് ഒരിക്കലും ദൈവമല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചിരുന്ന ഭാഗം എങ്ങനെയാണ്, കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തിട്ടില്ല, ഈ ലോകത്തിലേക്ക് വന്നു, പ്രവാചകനായി വന്നു എന്നല്ലാതെ അവിടുന്ന് ക്രൂശിക്കപ്പെടുകയോ അവിടുന്ന് വെറുമൊരു ദൈവസൃഷ്ടിയാകയാൽ ക്രൂശിക്കപ്പെടുകയോ അല്ലെങ്കിൽ മരിച്ചടക്കപ്പെട്ടു ഉരുത്തെഴുന്നേറ്റു എന്നോ ഒന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലല്ലായിരുന്നു എന്ന് ഞാൻ. അതുപോലെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ വിശ്വസിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കാതലായ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് ദൈവപുത്രനായി ഈശാ മസീഹ് അല്ലെങ്കിൽ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ഈ കർത്താവ് ലോകത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ മുന്നറിവിൻ പ്രകാരമാണ് എന്ന് വ്യക്തമായി ഈ വേദഭാഗം നമ്മൾ കാണിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വി പ്രീച്ച് ക്രൈസ്റ്റ് ദ ക്രൂസിഫൈഡ്, അല്ലേ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും പ്രസംഗിക്കാനില്ല. കാരണം അതാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അത് തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഈ ക്രൂശിച്ച കർത്താവിന് ക്രൂശിച്ച ആ ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ തന്നെ അറിയും പോലെ, അല്ലേ? ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്ത ശക്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസറേനായ യേശുവിനെ, അടുത്ത വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. എന്തിനു വേണ്ടി ഏൽപ്പിച്ചു? ക്രൂശിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ മരണത്തിനായി ഏൽപ്പിച്ചു. ഇത് വളരെ ആഴമായി നാം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊരിക്കലും ഒരു മിത്തല്ല, അല്ലെങ്കിൽ കഥകളല്ല. കാരണം എന്തെങ്കിലും ഒരു കഥയല്ല, അത് വ്യക്തമാക്കുന്ന ഒരു വേദഭാഗം കൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി ഇതിനെക്കുറിച്ച് പറയുന്നു. അവിടെ കാണുന്നത് എങ്ങനെയാണ്? 15-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, എല്ലാ വാക്യങ്ങളും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടെ നാം കാണുന്നത് 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതും തൻ്റെ മരണവും അത് തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്, അഥവാ ദൈവത്താൽ മുൻ നിർണയിക്കപ്പെട്ട പ്രകാരമാണ്. അപ്പം മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും ഈ 3 കാര്യങ്ങളും തൻ്റെ ജീവിതവും ഈ കാര്യങ്ങളെല്ലാം തിരുവെഴുത്തുകളിൽ മുന്നമേ പ്രവചിക്കപ്പെട്ടതാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമായിട്ട് തൊട്ടുതാഴെ പറയുന്നു. എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, അല്ലേ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതെന്ന് വ്യക്തമായി തിരുവെഴുത്ത് നമ്മൾ പഠിപ്പിക്കുന്നു. മത്തായി സുവിശേഷത്തിൽ കർത്താവിൻ്റെ ജനനത്തിന് മുമ്പ്
ദൂതൻ യോസഫിനോട് പറയുന്നൊരു ഭാഗമുണ്ട് 23-ാം വാക്യത്തിൽ. അവിടെ നാം എങ്ങനെ വായിക്കുന്നു? മത്തായി 1:23 വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കെ കൊണ്ട്, അല്ലേ, അവന് എന്ത് പേർ വിളിക്കണം? യേശു എന്ന് പേർ വിളിക്കണം. അത് വളരെ വ്യക്തമായിട്ട് കാണുകയാണ്. അവളൊരു മകനെ പ്രസവിക്കും, 21-ാം വാക്യം, ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. അവിടെ വ്യക്തമായിട്ട് കാണുന്നു യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നത് വെറുമൊരു പ്രവാചകനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ, അല്ലെങ്കിൽ സാധാരണയായിട്ട് മറ്റുള്ളവർക്ക് പറയുന്നത് പോലെ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ട് മാത്രം വന്ന പ്രവാചകനായിട്ടോ അല്ല, മറിച്ച് എന്താണ് ജനത്തിൻ്റെ പാപങ്ങളെ വിടുവിക്കാനായി ഈ ലോകത്തിലേക്ക് വന്നവനായ കർത്താവ്, അല്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളെപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ആവശ്യമാണ്. കാരണം നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, ആ കർത്താവ് എന്ത് ചെയ്തു? ആരെങ്കിലും പിടിച്ച്, ചിലർ പറയുന്നത് പോലെ എല്ലാവരും പിടിച്ച് കൊന്നതല്ല, അല്ലെങ്കിൽ എല്ലാവരും പിടിച്ച് തന്നെ ഇല്ലാതാക്കിയതല്ല, അന്നത്തെ ആ മതപുരോഹിതന്മാരുടെ എതിരായിട്ട് സംസാരിച്ചതുകൊണ്ട് അവിടുത്തെ ഇല്ലാതാക്കിയതല്ല എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. കാരണം അവിടുന്ന് വന്നത് എന്തിനാണെന്നും എന്താണ് തൻ്റെ ദൗത്യമെന്നും വ്യക്തമായിട്ട് അറിയാമായിരുന്നു കർത്താവായ യേശുവിന്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, താൻ എന്ത് ചെയ്തില്ല, മനുഷ്യരിലുള്ളത് എന്തെന്ന് താൻ അറിയുകൊണ്ട് തന്നെ മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന് വ്യക്തമായിട്ട് നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പം മനുഷ്യൻ ആരാണെന്നും എങ്ങനെയുള്ള വ്യക്തികളാണെന്നും അവർ പാപികളാണെന്നും അവർ നിത്യനാശത്തിലേക്ക് പോകുന്നവരാകൊണ്ട് ഏക പാപ പരിഹാര മാർഗമായി തന്നെ ഏൽപ്പിക്കുവാനാണ് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, അല്ലേ? അപ്പം താൻ എന്ത് ചെയ്തു? എന്തിനാ വന്നതെന്ന് അറിയാവുന്ന ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പല ഹിൻഡുകൾ കൊടുക്കുന്നുണ്ട്. ഈ മന്ദിരം പൊളിക്കുന്ന ഒരു സമയം വരും, അല്ലേ? അതിനുശേഷം 3 ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ മന്ദിരത്തെ പണിയും. അടുത്തത് എന്താണ്? എന്നെ അവർ ക്രൂശിക്കാനായിട്ട് പോവുക, എന്നാൽ 3 ദിവസം കഴിയുന്ന സമയത്ത് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് അത് പറയുക മാത്രമല്ല, താൻ ക്രൂശ് മരണം അനുഭവിച്ചു, വളരെ വേദനയിലൂടെ താൻ കടന്നുപോയി. അതിനുശേഷം സംഭവിച്ചത് 3 ദിവസം കഴിഞ്ഞപ്പോൾ മരണപാശങ്ങളെ ജയിച്ചു കൊണ്ടിട്ട കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം. പലരും ഇതിന് എതിരായിട്ട് സംസാരിക്കുമ്പോൾ, പലരും ഇത് എന്താണ് ഒരു ഫൂളിഷ് തിങ് ആയിട്ട് ചിന്തിക്കുന്ന സമയത്ത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് എൻ്റെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നു, മരിച്ചു, ജീവിച്ചു, മനുഷ്യനായി വന്നു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്തിനു വേണ്ടി? എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അടികൊണ്ടു മരിച്ച് അടക്കപ്പെട്ട കർത്താവ് ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇതാണ് എൻ്റെ പ്രത്യാശ. അവനിൽ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് എനിക്കും ആ പ്രത്യാശയോടെ നിത്യജീവനിലേക്ക് പോകുവാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത്. ആയതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് സാധാരണയായിട്ട് എല്ലാവരും പറയുന്ന പോലെ അതാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ താഴേക്ക് പറയുന്നത്. അതിന് അനേക സാക്ഷികളുണ്ട്. അത് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയിലും പറയുന്നത്. അതിന് അനേക സാക്ഷികളുണ്ട്. എന്താണ് സാക്ഷികൾ? ഞങ്ങളെല്ലാം അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. ആദ്യം അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി. പിന്നെ കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, എന്താണ്, ഏകദേശം 500-ലധികം പേർക്ക് കർത്താവ് പ്രത്യക്ഷനായി. അവരിന്ന് വരെ, അതായത് പൗലോസ് ആ ലേഖനം എഴുതുന്നത് വരെ അവരിൽ ചിലർ ജീവനോട് ഇരിക്കുന്നുവെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതൊരിക്കലും കെട്ടുകഥയല്ല. ഇത് അടിസ്ഥാനപ്പെടുത്തിയുള്ള, എന്നാൽ ഉറപ്പുള്ള ചരിത്ര സംഭവമാണ് എന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തിന് ആധാരം. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ ഇങ്ങനെ പറയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ജീവിക്കുന്നു, അവിടുന്ന് മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിന് കോട്ടം വരുന്ന ഏത് ചോദ്യങ്ങൾ ആര് ചോദിച്ചാലും അതൊന്നും എൻ്റെ വിശ്വാസത്തെ എന്ത് ചെയ്യുന്നില്ല, ഹനിക്കുന്നില്ല. മറിച്ച് ആ ചോദ്യങ്ങളെല്ലാം എന്നെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ശക്തീകരിക്കുക മാത്രമേ ഉള്ളൂ എന്ന ആ പൂർണ്ണ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. എൻ്റെ വാക്കുകളെ ഞാനിവിടെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ മരണത്തെ ജയിച്ചെഴുന്നേറ്റവനായ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദത്തം, അത് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ധൈര്യത്തോടെ ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ ആ കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി നിൽക്കാൻ കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.